ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മനു അലീനയുടെ അടുത്ത് ചോദിക്കുകയാണ് കേട്ടോ, ഞാനിവിടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന്. വല്ലാത്തൊരു സിദ്ധി തന്നെ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന പറയും, ഇതിന് സിദ്ധിയുടെ ആവശ്യമൊന്നുമില്ല, ഞാൻ കണ്ടായിരുന്നു മുന്നോട്ട് പോരുന്നത്. പിന്നീട് ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ സിറ്റ് ഔട്ടിൽ നിന്ന് ഘോരഘോരമായിട്ട് സംസാരിക്കുന്നതും കേട്ടു എന്ന് പറയുന്നു. അന്നേരം കയ്യിലിരിക്കുന്ന ചായ ഒന്നും കൂടി കുടിച്ചിട്ട് നമ്മുടെ മനു പറയും, അല്ല, ഈ ചായ എന്ന പരിപാടി നമുക്ക് അങ്ങ് സ്ഥിരാക്കിയാലോ എന്ന്. ഞാനിനി ഇവിടെ വേലക്കാരിയായിട്ട് നിൽക്കാനോ എന്ന് ചോദിക്കട്ടെ നമ്മുടെ അലീന. ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചേ, അല്ലാതെയും സ്ഥിരം താമസമാക്കാലോ എന്ന് പറയുമ്പോൾ മനുവേട്ടാ എന്ന് വിളിക്കട്ടെ നമ്മുടെ അലീന. അതെ, ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒരുമിച്ചില്ലാത്തത് കൊണ്ടാണ് നമുക്കിടയിൽ ഈ ദൂരം വന്നതെന്ന്. ഒരുമിച്ചാണെങ്കിലേ അവർക്കൊക്കെ കൂടുതൽ സന്തോഷമാണെന്ന് പറയുമ്പോൾ നമ്മുടെ അലീന വയ്ക്കും, അതേത് ആൾക്കാരാന്ന്. മനസ്സ് വന്നേ ആ ശരീരം മുഴക്കിയിട്ട് പോവും, അവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് മനു പറയുമ്പോൾ അതിനുള്ള മറുപടി മനുവേട്ടന് ഞാൻ ആദ്യം തന്നിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മനു പറയും, അതിലേ അവര് തൃപ്തരല്ല. അല്ല, യുദ്ധം ചെയ്യാനുള്ള പടയാളികളൊക്കെ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അലീന പറയും, അവരൊക്കെ യുദ്ധം ചെയ്ത് ക്ഷീണിച്ച് കിടന്നുറങ്ങുകയെന്ന്. യുദ്ധം എന്നിട്ട് ജയിച്ചോ അതോ തോറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് മേഡം തിരിച്ചു വരുന്ന ഒരു വഴിയും ഇല്ല എന്നാ തോന്നുന്നതെന്ന് പറയുന്നു. ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ബബിക്കും രോഹിക്കും കൃഷ്ണമോക്കും അവരുടെ അമ്മയെ തിരിച്ചു കിട്ടൂ, ഇതിന് ഞാനാണ് തടസ്സം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന നേരത്തെ നമ്മുടെ ഒരു മനു വന്ന് ചോദിക്കും, നീ പോവാനാണോ? എങ്ങോട്ട് പോവാൻ? പോയേ പറ്റൂ മനുവേട്ടാ, ഞാൻ പോയാലേ ഇവിടുത്തെ പ്രശ്നമൊക്കെ തീരുള്ളൂ എന്ന് പറയുമ്പോൾ, പോയ പ്രശ്നങ്ങൾ തീരുന്ന നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെനിക്ക് അറിഞ്ഞൂടാ, ഇവിടുത്തെ പ്രശ്നം എങ്ങനെ മാറ്റുമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല മനുവേട്ടാ എന്ന് പറയുമ്പോൾ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ബബിക്കും കൃഷ്ണമോക്കും രോഹിത്തിനും സന്തോഷമാവുമെന്ന് ചോദിക്കുമ്പോൾ, അതൊന്നും എനിക്കറിയില്ല മനുവേട്ടാ, എന്നെ ധർമ്മസങ്കടത്തിലാക്കല്ലേ എന്ന് പറയുമ്പോൾ മനു പറയും, ഞാൻ പറഞ്ഞെന്ന് വെച്ച് നിന്റെ പ്ലാൻ ഒന്നും മാറ്റണ്ട കേട്ടോ. എന്നോട് ഒരു അഭിപ്രായം കൂടി ചോദിക്കാത്ത ഒരാളോട് ഞാൻ എന്ത് പറയാനാന്ന് മനു പറയുമ്പോൾ അലീന പറയും, ഞാൻ എന്തെങ്കിലും അഭിപ്രായം ചോദിക്കാൻ വന്നാൽ മുഖം വീർപ്പിച്ച് നിൽക്കത്തില്ലേ, എന്നോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ പോവാൻ സമ്മതിക്കത്തില്ലായിരുന്നു എന്ന് പറയാൻ കേട്ടോ മനു തലയും താഴ്ത്തിയിട്ട്. എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഏയ് ഒന്നുമില്ലേ, പിണങ്ങിയിരിക്കുന്ന ഒരാളോട് ഞാൻ ബാക്കി കാര്യം എങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, ബാക്കി കാര്യം എന്താന്ന് വെച്ചാൽ പറ എന്ന് പറയണം മനു. മനുവേട്ടൻ ചോദിച്ചതുപോലെ ഞാൻ പോവുകയാണെങ്കിൽ എങ്ങോട്ട് പോകും എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മുന്നിൽ ഇങ്ങനെ വട്ടം കറങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ എങ്ങോട്ടേക്കും പോവുകയാണെങ്കിൽ മനുവേട്ടൻ്റെ ഒരു സഹായം ആവശ്യമാണ് എനിക്ക്. ഞാൻ ഇതിന് മുൻപും ചോദിച്ചിട്ടുണ്ട്, ഒരു ജോലിക്കാര്യം എന്ന് പറയാൻ കേട്ടോ മനുവിൻ്റെ അടുത്ത്. ആ, ഞാനൊന്ന് നോക്കട്ടെ, ചുമ്മാ പറയല്ലേ മനുവേട്ട എന്ന് പറയുമ്പം, ആടാ നോക്കാം, താങ്ക് യു മനുവേട്ട എന്ന് പറയുമ്പം, ഓ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ അലീന അങ്ങ് പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് മനുവിൻ്റെ അടുത്ത് പറയും, മനുവേട്ടൻ ഓക്കെ ആണോ എന്ന്. മനുവേട്ടൻ ഓക്കെ ആവണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മനു പറയും, കഴിഞ്ഞ ദിവസം രഞ്ജുവും ഇത് ചോദിച്ചു, ഇപ്പോഴും എനിക്കൊരു ഉത്തരം ഇല്ല, ഉത്തരം കിട്ടുമ്പോൾ ഞാൻ നിന്നോട് പറയാമെന്ന് പറയണം അലീനേൻ്റെ അടുത്ത്. അന്നേരം നമ്മുടെ അലീനയാണെങ്കിൽ കൈ ഇങ്ങനെ കാണിക്കുവേ. അപ്പം നമ്മുടെ മനു കൈ അങ്ങ് വെച്ച് കൊടുക്കണം കേട്ടോ. അയ്യേ അതിനല്ല, കഴിഞ്ഞില്ലേ ചായ, അതിൻ്റെ കപ്പ് തന്നേക്കെന്ന് പറയുമ്പോൾ മനുവിന് ദേഷ്യം പിടിച്ച് പറയും, കപ്പിന് അതിന് അധികം വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, ഞാൻ തന്നെ കൊണ്ടുപോയിക്കോളാന്ന്. എന്നാൽ ശരി, ഞാൻ പോവുകയാണേ മനുവേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങ് പോകുക കേട്ടോ.